കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വിഷു തലേന്നും പിറ്റേന്നും ഒക്കെയുള്ള വീഡിയോസാണ് ഇതിലുള്ളത്. കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ വോയിസ് ഇടുന്നുള്ളൂ, ബാക്കി അതേ രീതിയിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് എത്തുമ്പോൾ തന്നെ 7 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കലാപരിപാടികളാണ് കേട്ടോ കാണുന്നത്. വന്നിട്ട് ഇതാ വേഗം കുട്ടികളെന്താക്കി കമ്പിത്തിരി ഓരോന്ന് കത്തിച്ചാൽ മതി, കുറേ കഴിഞ്ഞിട്ട് കത്തിച്ചാൽ മതി, കുറച്ച് നേരം അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് അവരെയും കൂടെ കൂട്ടി കൊണ്ടുപോയിട്ടാണ് കേട്ടോ അടുക്കളയിലെ കലാപരിപാടികൾ ചെയ്യണേ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും പുറത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഈ പ്രശ്നം കാരണം ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ വിളിക്കാറില്ല. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. നമ്മളറിയുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയും മക്കളും മാത്രം കേട്ടോ. പുളിയിഞ്ചിയാണ് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നത് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. എൻ്റെ അടുത്തിരുന്നിട്ട് നമ്മളെ കുഞ്ഞാപ്പൂ നല്ല നക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കിച്ചടിക്കുള്ള ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടി കുറേയൊക്കെ സഹായിക്കും, എന്നാലും നമ്മളെങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ പറയും കുറേയൊക്കെ ഇങ്ങനെ സഹായിച്ചാലേ അവരും പഠിക്കുള്ളൂ. അമ്മ സൂപ്പറാണ്. പിന്നെ എല്ലാം ഞാൻ കുറേയൊന്നും ഇങ്ങനെ എടുത്ത് ലെങ്ത്ത് കൂട്ടണില്ല. അന്നേരം എല്ലാം ഇതാക്കി താളിച്ചിട്ട് പച്ചടിയും കിച്ചടിയും പുളിയിഞ്ചിയും കാളനൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ വെച്ചുണ്ടാക്കും. കാരണം നമുക്ക് രാവിലത്തേക്കെല്ലാം കൂടെ സമയം കിട്ടില്ല, ഭയങ്കര പരിപാടിയാവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ തലേന്ന് തൈര് ഒഴിച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും, അതൊന്നും ആവത്തില്ലല്ലോ അതുകൊണ്ട്. പിന്നെ രാവിലെ കണിയൊക്കെ വെച്ചു. കണി വെച്ചത് ഇങ്ങോട്ട് എത്തിയിട്ടാട്ടോ ഞാൻ ഇട്ടേക്കണത്. രാവിലെ അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയി. കണിയൊക്കെ വെച്ചു. അന്നേരം കുറച്ച് നേരം ലൈവൊക്കെ ഇട്ട് നമുക്ക് രാവിലെ കുറേ പേരെ കണിയൊക്കെ കാണിക്കാൻ പറ്റി. പുറത്തുള്ള ആൾക്കാർക്ക് നമുക്ക് കണി അവർക്ക് കാണൽ ഭയങ്കര റിസ്ക് അല്ലേ. അല്ല വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ ലൈവിലൂടെ അത് കാണിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവില്ലേ. കഴിഞ്ഞ വർഷം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വിഷുക്കണി ഞങ്ങൾ കണ്ടത് ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ സാമ്പാറിനുള്ള കലാപരിപാടികളുണ്ട് ചെയ്യണം. അന്നേരം അവരോട് കുളിക്കാൻ പോകാനൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഏകദേശം ഒരു 11 മണിക്കുള്ളിൽ തന്നെ എല്ലാവിധ പരിപാടികളും ചെയ്ത് തീരും കേട്ടോ. രാവിലെ കണി കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ കിടക്കാറില്ല, കുട്ടികൾ കിടക്കുന്നല്ലാണ്ട്. രാവിലെ ഇപ്രാവശ്യം ഞങ്ങൾ ഉറങ്ങിപ്പോയി കേട്ടോ. രാവിലെ ഞാൻ 3:30 എണീക്കണം എന്ന് ചോദിച്ചാൽ ഉറങ്ങിപ്പോയി. ഇസ്മായിൽ വിളിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ എണീക്കണം കേട്ടോ. അവനോട് ഞാൻ രാവിലെ ലൈവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഞങ്ങളെ കാണാത്തതുകൊണ്ട് 3:30 വിളിച്ചു കേട്ടോ. അവൻ്റെ കോൾ കണ്ടിട്ടാണ് എണീക്കുന്നത്. പിന്നെ വേഗം കുളിച്ചു, കണിയൊക്കെ വെച്ചു, മക്കളെ ശാമാട്ടനെയൊക്കെ വിളിച്ചെണീപ്പിച്ചു. ഇതൊക്കെയായിരുന്നു പിന്നെ രാവിലത്തെ കലാപരിപാടികൾ. പിന്നെ സാമ്പാർ ഞാൻ കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞുനെ എണീപ്പിച്ചു. പിന്നെ ഈ വർഷത്തെ വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വിഷുവാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കൊരു ചേട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആങ്ങളമാരില്ലാത്തതിൻ്റെ ഒരു വിഷമം കേട്ടോ. ഇപ്രാവശ്യം അത് സാധിച്ചു തന്ന ചേട്ടന്മാർക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം, സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ വർഷം വിഷു കൈനീട്ടം എന്ന് പറയണം, ഒരുപാട് വിഷു കൈനീട്ടം നമുക്ക് കിട്ടി കേട്ടോ. ഡ്രസ്സാണെങ്കിലും പൈസ ആയിട്ടാണെങ്കിലും. അതല്ല, അതിനെക്കാട്ടുപരി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുന്നതാണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് പണത്തിനോടോ സ്വത്തിനോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആൾക്കാരുണ്ട് എന്ന് അറിയുന്നതിലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന, എവിടെയോ കിടക്കുന്നത്, നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് അറിയുമ്പോൾ, അവരുടെ കുടുംബത്തിലൊരാളായിട്ട് ഞങ്ങളെ കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ വിഷുവിന് ഇരട്ടി മധുരം എന്ന് പറയും പോലെ ഞങ്ങൾ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് വലിയ ഒരുപാട് ആൾക്കാർ വന്നത് എന്നുള്ളൊരു സന്തോഷം കൂടി ഉള്ളൊരു വിഷുവാണിത്. പിന്നെ ഇത് പായസമുണ്ട്. ഇവിടെ സേമിയ പായസമാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് സേമിയ പായസം ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ചെറുപയറാണ് ഇഷ്ടം. അന്നേരം ഇവർക്ക് ഇഷ്ടത്തിനാണ് ഞാൻ സേമിയ ഉണ്ടാക്കുന്നത്. ഒരു അച്ഛനും മക്കളൊന്നും ചെറുപയർ കഴിക്കില്ല. കാരണം എനിക്ക് പിന്നെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഞാൻ വെച്ചിട്ടില്ല, വിഷുവിൻ്റെ അന്ന് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. പൊന്നൂസിൻ്റെ പിറന്നാളും ചക്കുഞ്ഞാപ്പൂവിൻ്റെ പിറന്നാൾ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലൂസിലാണ് വെച്ചത്, കാരണം തിക്കാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് തണുക്കുമ്പോൾ. അന്നേരം ലേശം ലൂസിലാണ് വെച്ചത് കേട്ടോ. പിന്നെ ഇന്നത്തെ ഉച്ച ഊണ് എന്ന് പറഞ്ഞാൽ അതും ഒരു സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷത്തെ വിഷു എനിക്ക് കുറേ കാര്യങ്ങൾ കൊണ്ട് സ്പെഷ്യലാണ്. ഉച്ചയൂണും സ്പെഷ്യലാണ്. ഞങ്ങൾ അച്ഛനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉച്ചയൂണിന് കിട്ടണേ. കാരണം അച്ഛൻ ഉച്ചയാകുമ്പോഴത്തേക്കും അച്ഛൻ ആൾ മാറും. എല്ലാ വിഷുവിനും അച്ഛൻ വേറെ ലെവലാവും. അതിങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ അവിടെ വെക്കട്ടെ. അച്ഛന് അമ്മേനെയും ഒത്തിട്ട് ഇങ്ങനെ കിട്ടുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. അച്ഛൻ ഇന്നെങ്കിലും ഒരു വിഷുവിന് ഒരു നല്ല ദിവസം ഞങ്ങളെ കൂടെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം.
പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ കേലില്ലേ, കേലിന് ഒരുവിധം എല്ലാവർക്കും എന്നെ അറിയാം. അവനും ഭാര്യയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ വീട്ടിലേക്ക് പിന്നെ അധികം ഞങ്ങൾ വിളിക്കാറ്. കാരണം അവർ ഞങ്ങളെപ്പോലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ പാൽപ്പേട്ടനും സുജനേച്ചിയും വരാറുണ്ട്. ഇപ്രാവശ്യം അവർക്ക് അവിടെ പരിപാടിയുള്ളതുകൊണ്ട് അവർ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അറിയുന്ന ഞങ്ങളിൽ ഒരാളാകാൻ പറ്റുന്നവരെ മാത്രമേ ഞങ്ങൾ ക്ഷണിക്കാറുള്ളൂ. അങ്ങനെ എല്ലാവരും ക്ഷണിക്കാറില്ല, ഞങ്ങൾ അറിയുന്നവരെ മാത്രം. എല്ലാവർക്കും നമ്മളെ ജീവിത രീതികൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, ജീവിതശൈലികൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവർ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ വിളിക്കാതിരുന്നാൽ കുഴപ്പമില്ല, വിളിച്ചിട്ട് അവർക്കൊരു മനസ്സിനൊരു സുഖമില്ലെങ്കിൽ നമുക്കതൊരു വിഷമമുള്ള കാര്യമാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാവരും ക്ഷണിക്കാറില്ല വീട്ടിലേക്ക്. പടക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്യാമാട്ടനാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പടക്കം കത്തിക്കുക പൊട്ടിക്കുക ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ വോയിസ് ഓവർ ഇടുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ രാത്രിത്തെ കലാപരിപാടി. ഇതൊക്കെയായിരുന്നു കേട്ടോ. ഒരു 10-12 മണി വരെ ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. കാരണം നിങ്ങളും കണ്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നേരം എല്ലാവർക്കും നല്ലൊരു വിഷുവായിരുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഇത് സൗണ്ടില്ല, ഇതിങ്ങനെ സൗണ്ടില്ല. ണ്ടല്ലോ കുഞ്ഞോ ഒന്നും വിടരുത്. എന്താ സംഭവിക്കുന്ന എന്നെ ഇളക്കല്ലേ. പുറകിലൊന്നൊക്കെ തട്ടിപ്പോ ലൈവ് ഇപ്പിട്ട് അതാ കുത്തി. ഇവിടെ റേഞ്ച് ഇട്ടില്ലടാ. എന്റെ അമ്മ ഇതായി തോന്നിട്ടോ. പടച്ചോനെ ഇതെങ്കിലൊന്നും പറഞ്ഞാ മതി. വണ്ടി വരും, വന്നിട്ട് വരും. അത് അങ്ങോട്ടോ ഇല്ല, ആ വെട്ടത്തില് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതെന്താക്കുന്ന കൈ പിടിച്ച് കറക്കുന്ന മോഡൽ. കൈ പിടിക്കാനോ അതന്നെ കാണുന്നില്ല. വീഡിയോ കുഞ്ഞാച്ചൂനാ ഓക്ക് വേണ്ട ചാക്കുടിച്ചോ. ഇതെല്ലാം
എടാ കഴിഞ്ഞാ കറക്റ്റ് കിട്ടി. എടുത്തില്ലേ ഇതാ, നീ നിൽക്കണോ? ഒരു ചെറിയ ഇഷ്ടം കൂടി മതിയാ? അതാരാ? കാണാനാണ്, നീ എടുത്താ? എല്ലാവർക്കും കിട്ടിയാ? എല്ലാവർക്കും കിട്ടി. ഫസ്റ്റ് എടുത്താ കേട്ടോ. ഒരു കഷ്ണം കൂടി ഉണ്ടോ? അത് എടുത്തിട്ട് കുഞ്ഞാപ്പൂനും കൊടുത്ത്. അതാ ലൈറ്റ് ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് അതാ ചെടി ചെടി അർത്താ വിട്ടുന്നോ? അതാ വീട്ടിൽ കിട്ടി. പടച്ച ദൈവമേ, നിങ്ങളെന്തല്ല വീട്ടിൽ കിടന്നേ? ഇല്ല വീട്ടിൽ പോയി അതാ മോള് പാണേൽക്കോ. ഞാൻ വന്ന ടൈറ്റ് ആയി. അല്ല ഇത് കഴിഞ്ഞാ ഓണക്കല്ല അടുത്ത് നീ അവിടെ നിൽക്കി. ഇതെന്ത് കഴിഞ്ഞു മൂത്രമൊക്കെയാണ് പോയി നിൽക്കുന്നത്. എനിക്ക് എടുക്കാൻ വയ്യ, എനിക്ക് തന്നെ വണ്ടി